നല്ല മഴ വരുന്നുണ്ട്, ചൂടിന് ആശ്വാസമായിട്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ കാറ്റും മഴയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ വരേണ്ടതാണ്. കാര്യത്തിലേക്ക് നമുക്ക് വരാം. വേറെ ഒന്നുമല്ല, അസ്ലാം ആർലി എന്ന് പറയുന്ന ഒരു ഫാമിലി ചാനലിൻ്റെ നമ്മളെല്ലാവരും കാണുന്നതാണ്. അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗ്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഓരോ ഉപദേശം കൊടുക്കൽ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ സെക്സ് പരമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇതൊക്കെയാണ് അവരുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സെക്സ് പരമായിട്ട് പറയുന്ന ഈ ചാനലായതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കയറി നോക്കും. അതുപോലെയുള്ള തമ്മിലേനും വൃത്തികെട്ട തമ്മിലേനും വരെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറയാൻ കഴിയില്ല അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് വന്നിട്ട് പറയുകയാണ്. കാരണം കുറച്ച് കാലമായിട്ട് റീച്ചൊന്നുമില്ല, ആരും അറിയപ്പെടുന്നില്ല, ആരും ചോദിക്കുന്നില്ല, ആരും വിമർശിക്കുന്നില്ല. ഇങ്ങനെ അങ്ങ് ഒരു കൊച്ചിനെയും കൊണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ പറയും. പിന്നെ അംജുക്ക എന്ന് പറഞ്ഞ ഭർത്താവ്, ആ ഭർത്താവിൻ്റെ കാര്യങ്ങൾ കുറേ പറയും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറയും, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു എന്ന് പറയും, ഞങ്ങൾ ഡിവോഴ്സായി എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും ഇതങ്ങ് റീച്ച് കയറുന്നില്ല. ഇനിയിപ്പോഴെന്താ പറയുക? പണ്ടൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് സെക്സൊക്കെ പറയായിരുന്നു. ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്ത് വിചാരിക്കും ഭഗവാനെ, അതുകൊണ്ട് പിന്നെ അതും പറയാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എല്ലാ കാര്യത്തിലും നമുക്ക് പെട്ടെന്ന് തന്നെ മൈലേജ് കിട്ടുന്ന എന്താ അറിയുക, സ്വന്തം മതത്തിനെ അങ്ങ് വിമർശിക്കാം. അത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാൻ തുടങ്ങി, ഞാൻ തട്ടോട്ട് നടക്കത്തില്ല, പക്ഷേ എനിക്ക് പഠിച്ചവനെ പേടിയാന്ന്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക അള്ളാനിയാന്ന് വിളിക്കൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് നിന്നില്ല. കാരണം എന്താ അറിയുക, എനിക്കിഷ്ടമല്ല ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം മതത്തിനെ വിമർശിച്ച് കഴിഞ്ഞാൽ അത് സ്വന്തം ആൾക്കാർ തന്നെയാണെങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ ആൾക്കാർ വേട്ടാവളിയന്മാരുണ്ടാകും. അതിൻ്റെ അകത്ത് വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട്, ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ, ഇപ്പോഴെങ്കിലും ഇത് വന്നല്ലോ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, അതായത് ഈ പർദ്ദയിട്ട് നടക്കലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടോട്ട് നടക്കലൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരാളുടെ വിശ്വാസമല്ലേ. ഇവിടെ ഇപ്പം നമ്മൾ ചില ആൾക്കാർ പൂണൂലിട്ട് നടക്കുന്നുണ്ടല്ലോ, ചില ആൾക്കാർ സാരി ഉടുത്ത് നടക്കുന്നില്ലേ, ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മുണ്ടും വേഷ്ടിയിട്ട് നടക്കുന്നില്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തട്ടോട്ട് അതുപോലെ തന്നെ പർദ്ദയിട്ട് നടക്കുന്ന ആരെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടോ? ഇതുവരെ ആരും കയറി പിടിച്ചിട്ടുമില്ലല്ലോ. അതായത് അവർ ശരീരം മറച്ചിട്ടല്ലേ ജീവിക്കുന്നത്. അതിനിപ്പോഴും ഇവിടെ വന്നിട്ട് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ നടക്കത്തില്ല. എന്നാൽ എനിക്കിതാണ് ആരായിന് പറയുന്നത് നടക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നവർ ചെയ്തോട്ടല്ലേ. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല, എന്നാൽ പിന്നെ വിമർശിക്കാം. 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എല്ലാവരും കൂടിയിട്ട് അന്യങ്ങ് പൊങ്കാലി ഇടും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ച് മൈലേജ് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പ് തന്നെയാണ്. ഇവിടെ പല ആൾക്കാരും ഉണ്ട്, പല ടീമുകളും ഉണ്ട്. ഈയിടക്ക് കണ്ടില്ലേ നിങ്ങൾ, അതായത് ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ തുണിയച്ച് നടക്കുന്ന ഒരു സ്ത്രീ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അവർ മറ്റേ എന്താ പറയേണ്ടത്, ഈ മൂത്രം ഒഴിക്കാനിരിക്കൽ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കൽ അത് കാണിക്കൽ. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്പ്യാർച്ചി തന്നെ. ആ നമ്പ്യാർച്ചി പറയുന്നത് കേട്ടില്ലേ, തട്ടുവിടാല്ലേ ഈ പർദ്ദ ഇടാത്തതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് ബൽക്കിയിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് തുണി അയക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ ഏതോ പരസ്യത്തിലില്ലേ, അതേപോലെയാണ്. ഇവറ്റകൾക്കൊക്കെ ഇങ്ങനെ ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താ അറിയുക, പാവപ്പെട്ട പള്ളീനെയും പിന്നെ ഉസ്താക്കന്മാരുണ്ടെങ്കിൽ അവരെയും കൂടിയിട്ട് അങ്ങ് തെറി പറയണം. അതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലതും കെട്ടതൊക്കെ ഉണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഉസ്താദ് എന്ന് പറയുമ്പോൾ ചൊറിച്ചലാന്ന് നടന്ന് ഉള്ള കാര്യം എന്താ പറയുന്നതിന്. നിങ്ങളൊക്കെ കണ്ടതല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അസ്ലാം ആർലിയൊക്കെ പറയുന്നത് വളരെയധികം മോശപ്പെട്ട കാര്യം തന്നെയാണ്. അവർക്ക് കഴിയില്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കുക, അത്രയല്ലേ പറയുന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിമിൻ്റെ നാമധാരിയാന്ന് വിചാരിച്ചിട്ട് അവർ മുസ്ലിം കാണുന്നില്ല. അതിൻ്റെ ചിട്ടവട്ടത്തോട് കൂടിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു യഥാർത്ഥ മുസ്ലിമാനാകുള്ളൂ. അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ മുസ്ലിമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് വിമർശിക്കത്തുമില്ല. പിന്നെ ഞാൻ തട്ടമിടൂല, ഞാൻ പർദ്ദയിടൂല, ഞാൻ അത് ചെയ്യില്ല, ഞാൻ ഇത് ചെയ്യില്ല, എന്നാലും എനിക്ക് അള്ളാനെ പേടിയാന്ന്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിൽ വിളിക്കുന്ന പഠിച്ചോനേ എന്നായിരുന്നു. ഇതെന്താ ഇങ്ങനെയൊരു കാര്യങ്ങൾ പറയാൻ വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ നടക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ഭയങ്കര ഭക്തി ബഹുമാനമുള്ളവരാണ്. അതൊക്കെ എന്ന് പറഞ്ഞ് ഓരോരാളുടെ ഇഷ്ടമാണ്, അത് മനസ്സിലാക്കുക ആദ്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ കാണാനുണ്ടാകും. ഇപ്പം എന്ന് പറഞ്ഞാൽ വേറെ ഏത് മതത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ണാക്കന്മാരും ഉണ്ടാവില്ല. പക്ഷേ മുസ്ലിം മതത്തിൽ അവിടെയുള്ള ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ, ആടെയുള്ള ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊങ്കാല ഇടാനും അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടാനും തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഭയങ്കര കരവിരുത് പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അസ്ലാം ആർലി അവരവരുടെ ഫാമിലി വ്ളോഗും കുട്ടികളെ കളിപ്പിക്കുന്നതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭർത്താവിന് പിന്നെ എന്താ പറയുക ഞാൻ ഡിവോഴ്സായി, അല്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് ആയില്ല, അയ്യോ ഞാനിന്ന് വെച്ചത് പിന്നെ സാമ്പാറാണ്,
ഞാനിന്ന് വെച്ചത് മീൻകറിയാണ്, ഇത് പറയുക. അല്ലാതെ എന്ന് പറഞ്ഞ് ഒന്നിനും പറഞ്ഞിട്ടില്ല. പിന്നെ പണ്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത് റീച്ചിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെയൊന്നും അല്ല. ആൾക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. റീച്ചിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളൊക്കെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാ? അല്ല, അത് മാത്രമല്ല, ഇവരെടുന്നാ പഠിച്ച് ഇവർ വല്ല ഡോക്ടറങ്ങാറ്റാണോ? അതുമല്ല. എന്നാന്നറിയാം, വേറെയൊന്നും അല്ല. ഓരോരോ രാജ്യത്ത് പോയിട്ട് ഓരോരോ ടോയ് ഉണ്ട്, സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന ടോയ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. പണ്ടത്തെ തമിഴിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അങ്ങനെയുള്ള ആൾക്കാരാ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാം, ഞാൻ തട്ടം ഇടൂല, ഞാൻ പർദ്ദ ഇടൂല. ആരെങ്കിലും നിർബന്ധിച്ചാ പോയിട്ട്? ആരെങ്കിലും നിങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ടോ? ഇത് കാണുന്ന നിങ്ങൾ അവരെ നിർബന്ധിച്ചാ? നിങ്ങൾ നിർബന്ധിച്ചില്ലല്ലോ. ഇതാരോ വന്നിട്ട് നിർബന്ധിച്ച പോലെ, മോളെ നീ ഇടുമോളെ, നീ ഇടുമോളെ എന്ന് നിർബന്ധിച്ചതുപോലെയാണ് നടന്നത്. അങ്ങനെ അങ്ങ് ബായിക്ക് വന്നത് കോതക്കുവട്ടെ. എന്താ അറിയാ, ഒരു 3/4 മണിക്കൂർ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇതൊന്ന് വൈറലാകണ്ടേ? 4 ആൾ തെറി വിളിക്കണ്ടേ? 4 ആൾ തെറി വിളിച്ചാലേ ഇതിനൊരു രസമുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഉടായ്പ മാത്രമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിലങ്ങ് വലിയ തേങ്ങ കിട്ടാനൊന്നും അല്ല. ആ ഒരു ഉടായ്പ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വീഡിയോ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ നല്ലതായിട്ട് ഇവിടെ ജീവിക്കുന്നവരാ വിമർശിക്കേണ്ടത്, ഇവരെയൊന്നും അല്ല. എന്താ നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടൂടെ, എല്ലാവരും നിങ്ങളെപ്പോലെ പറയണം, നിങ്ങളെപ്പോലെ ചെയ്യണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളത് വലിയ ബ്ലോഗാണ്, ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഞാനെന്തോ വലിയ സംഭവമാണ്. നിങ്ങളൊക്കെ പൈസക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ വേറെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പർദ്ദയിട്ട് നടക്കുന്നവർ നടന്നോട്ടല്ലേ. അല്ലാതെ എനിക്ക് പർദ്ദയിടാൻ പറ്റൂല, എനിക്ക് തലയിൽ തട്ടൂടാൻ പറ്റൂല, എനിക്കെന്നാലും അള്ളാനെ പേടിയാന്ന് ഇമ്മാതിരിയുള്ള കോത്തായത്തിലെ വർത്താനം എന്തിനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ മോശമല്ലേ? അതായത് ഇതൊക്കെ നടക്കുന്നവർ, ഇങ്ങനെയൊക്കെ നടക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സായിട്ട് ഡീസൻറ്റ് നടക്കുന്നവരാണ്. അവരെയൊന്നും ഒരാൾ നോക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്ന് പറയാനോ ഒന്നും പോകാറില്ല. അത് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ അടുത്തും കയറിയിട്ട് മറ്റേ എന്താ പറയേണ്ടത് കൈകാട്ടി വിളിക്കുന്നതും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ആര്യ അതുപോലെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്ന കുറേ ടീമുകളെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നല്ല ഭക്തി ഭയ ബഹുമാനത്തിൽ നടക്കുന്ന ഒരാളിരുന്നൊന്നും കൊണ്ടുപോകുന്നില്ല. ഇവിടെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ കാലിന് ചരട് കെട്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെ അടയാളമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരുടെ മുമ്പിലോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷൻ പരേഡാന്ന് അറിയാടുന്ന് ആൾക്കാരെ മുന്നിലൂടെ പേഷൻ പരേഡാന്ന് എന്നിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കുമായിരുന്നു. എന്താ അറിയാം, ചരട് കാണിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെയാണ് ഈ ചിലയാളുടെ നടത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലെ നിൽക്കണം എന്നാണോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതായത് അങ്ങനെ ചെയ്യാനേ പാടില്ല. എൻ്റെ അഭിപ്രായത്തിന് അസ്ലാം ആർലി എന്ന് പറയുന്ന ആ യുവതി ആ ഇൻ്റർവ്യൂവിൽ വന്നത് അത് വൈറലാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കയറിയിട്ട് ഇവരോട് എന്തെങ്കിലും ചോദിക്കും, പിന്നെ അതിന് കുറേ കമൻറ്റ് വരും. ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഉദ്ദേശം. ഇവരുടെ ഉദ്ദേശം കൃത്യമായിട്ട് അറിയാം. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഖുറാനിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നില്ലേ, ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചല്ലേ ഇവിടെയുള്ള ആൾക്കാർ ജീവിക്കുന്നത്. അങ്ങനെ ദീനീബോധമുള്ള ദീനിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ പോയിട്ട് വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. അവർ വളരെയധികം ഡീസൻറ്റോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. അവരെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ വരുന്ന ഉണ്ടാവുകയാണ്, നിങ്ങളെ കൂടെ ഉണ്ടാവും. അതില്ലാന്നൊന്നും പറയുന്നില്ല, കുറേ ആൾക്കാരുണ്ടാകും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ സ്നേഹമുള്ളവരാണ്. നന്ദി, നമസ്കാരം.